കശ്മീരിലെ 48 ടൂറിസം കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു. ഭീകരർക്കായി വ്യാപകമായി തിരച്ചിൽ നടക്കുന്ന സാഹചര്യത്തിലാണ് ജമ്മു കശ്മീർ സർക്കാരിന്റെ തീരുമാനം. 48 കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട്. പെഹൽഗാം ഭീകരാക്രമണം നടന്ന ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാകിസ്ഥാന് മിസൈൽ നൽകി ചൈന. അത്യന്താധുനിക ദീർഘദൂര എയർ ടു എയർ മിസൈലായ PL-15 ആണ് കൈമാറിയത്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇവയെന്ന് റിപ്പോർട്ട്. കാനഡയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടി വിജയത്തിനരികിൽ. ലിബറൽ പാർട്ടി തുടർച്ചയായി 4ാം തവണയും അധികാരത്തിൽ 343 അംഗ ജനപ്രതിനിധി സഭയിലേക്ക് 165 സീറ്റ് നേടിയാണ് വിജയിച്ചത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ പിയറി പരാജയം സമ്മതിച്ചു. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ല. ഇതുവരെ സർക്കാരോ അദാനി പോർട്ട് അധികൃതരോ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ സർക്കാരിന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അതേസമയം ചടങ്ങിലേക്ക് MP ശശി തരൂരിനും സ്ഥലം MLA M വിൻസെന്റിനും ക്ഷണമുണ്ട്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷം പങ്കെടുക്കുമെന്ന് M വിൻസെന്റ് MLA. വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ്. അവിടെ ഒന്നിൽ നിന്നും വിട്ടുനിൽക്കില്ല. പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് ക്രെഡിറ്റ് തട്ടിയെടുക്കാനെന്നും വിൻസെന്റ്. ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന ADGP മനോജ് എബ്രഹാമിന്റെ ഒഴിവിലേക്ക് തൽക്കാലം പുതിയ നിയമനം ഉണ്ടാകില്ലെന്ന് സൂചന. പകരം 2 IG-മാർക്ക് ക്രമസമാധാന ചുമതല നൽകും. പോലീസ് മേധാവി മേൽനോട്ടം വഹിക്കും. തിരുവനന്തപുരം ആറ്റിങ്ങൽ മാമത്ത് സ്വിഫ്റ്റ് ബസ്സിന് തീപിടിച്ചു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ബസ്സിൽ 20ഓളം യാത്രക്കാരുണ്ടായിരുന്നു. ആളപായമില്ല. കാട്ടാനയെ കണ്ട് ഭയന്നോടിയ കർഷകൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചക്കനാനിക്കൽ CM പ്രകാശാണ് മരിച്ചത്. കോതമംഗലം കുട്ടമ്പുഴ പിണവൂർക്കുടി ആദിവാസി കോളനിയിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 2 മണിയോടെ വീടിന് സമീപമെത്തിയ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭയന്ന് ഓടിയതിനു പിന്നാലെയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്.